ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗ്. സിറ്റിംഗ് എംപിമാരായ ET മുഹമ്മദ് ബഷീറും MP അബ്ദുൽ സമദ് സമദാനിയും സീറ്റുകൾ വെച്ചുമാറി. മണ്ഡലമാറ്റത്തിന്റെ കാരണം നേതാക്കൾ വ്യക്തമാക്കിയില്ല. പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ET മുഹമ്മദ് ബഷീർ സാഹിബാണ്. പൊന്നാനിയിൽ ശ്രീ അബ്ദുൽ സമദ് സമദാനി സാഹിബാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഗനിയാണ്. മലപ്പുറം MP അബ്ദുൽ സമദ് സമദാനി പൊന്നാനിയിലേക്കും പൊന്നാനി MP ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്കും മാറിയതിന്റെ കാരണം വിശദീകരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു നേതാക്കളുടെ സേവനം എല്ലായിടത്തും ഉണ്ടായിക്കോട്ടെ എന്നുള്ളതാണ്. മലപ്പുറത്ത് മത്സരിക്കാനുള്ള ET മുഹമ്മദ് ബഷീറിന്റെ താല്പര്യത്തോട് സമദാനിക്ക് വഴങ്ങേണ്ടി വന്നു എന്നാണ് വിവരം. ഇന്ത്യയിലെ പുതിയ സാഹചര്യത്തിൽ പാർലമെന്റ് മെമ്പർമാർക്ക് വളരെ വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട്. ആ ദൗത്യത്തെപ്പറ്റി ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ അതും ചെയ്യും. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പൊന്നാനിക്കൊരു ചരിത്രമുണ്ട്, തിളങ്ങുന്ന ചരിത്രം. വളരെ വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്ന കാലത്തും UDFന്റെ കൂടെ വളരെ ശക്തമായ രീതിയിൽ ഉറച്ചു നിന്ന ഒരു പ്രദേശമെന്ന പാരമ്പര്യമുണ്ട്. അത് ഈ തവണ അതിനേക്കാൾ തിളക്കത്തോടെ ആവർത്തിക്കും. രാജ്യസഭാ സീറ്റ് സ്വീകരിക്കാൻ സമ്മതിച്ച കാര്യം മുസ്ലിം ലീഗ് പരസ്യമാക്കുന്നതിന് മുമ്പ് തന്നെ മൂന്നാം സീറ്റില്ലെന്ന കാര്യം പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ലീഡെടുത്തു. ലീഗ് സമ്മർദ്ദ ശക്തിയാണെന്ന പ്രചാരണത്തിന് തടയിടാനായിരുന്നു ഈ നീക്കം. സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് കിട്ടണം, അത് കോൺഗ്രസിന് കിട്ടേണ്ടതാണ്. അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും. രാജ്യസഭയിലേക്ക് PK ഫിറോസ്, ഫൈസൽ ബാബു, PMA സലാം എന്നിവരെ പരിഗണിച്ചെങ്കിലും യോഗത്തിൽ ഒരു പേരിലേക്ക് എത്താനായില്ല എന്നാണ് സൂചന. തമിഴ്നാട്ടിലെ രാമനാഥപുരം ലോക്സഭാ സീറ്റിൽ സിറ്റിംഗ് MP നവാസ് ഗനി തന്നെ മത്സരിക്കും. 24 മലപ്പുറം.